ഞാൻ മജീദാണ്. അപ്പോൾ പണിസ്ഥലത്ത് നിന്ന് കട്ടൻ ചായയും മിച്ചറും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റാണ്. ഞാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മമ്പറം തങ്ങളവിടെ മക്കാമിൻ്റെ അവിടെ പോയിക്കാണ്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുറേയൊക്കെ പടച്ചവൻ അത് തീരുമാനമാക്കി തരും. പക്ഷേ അവിടെ പോയിക്കാണ്ട് ഈ യാറം മൂടുന്ന സംഭവം ഉണ്ടല്ലോ, അതിലെനിക്ക് വിശ്വാസമില്ല. അതൊരു കച്ചവടമാണ്. കാരണം അവിടെ നിന്ന് പീടിയിൽ നിന്ന് 50 റുപ്യക്ക് പച്ചത്തുണി മേടിച്ചുകൊണ്ട് അവിടെ പോയിക്കാണ്ട് ആ യാറത്തിൻ്റെ മേലെ ഒന്നിങ്ങനെ മിന്നിങ്ങാണ്ട് ഇതാകുന്നത് അതൊരു കച്ചവടമാണ്. അതിലെനിക്ക് വിശ്വാസമില്ല. അല്ലാതെ അവിടെ പോയിക്കാണ്ട് മമ്പറം തങ്ങളെ ആ മക്ബറിനെ അവിടെ പോയിക്കാണ്ട് അൻസാർ സലാം പറഞ്ഞുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ പടച്ചവനോട് നമ്മൾ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ അതിനൊരു മെച്ചമുണ്ടാവും. എന്നുവെച്ചാൽ പടച്ചവന് ഉത്തരം നൽകും. പിന്നെ ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ നബിൻ്റെ കുടുംബത്തിൽ പെട്ടതാണ് മമ്പറം തങ്ങൾ. അപ്പോൾ വെച്ചാൽ നബിൻ്റെ കുടുംബത്തിൽ ഒരു ഇതിൽപ്പെട്ട ആളാകുമ്പോൾ വെച്ചാൽ മനുഷ്യന്മാരിൽ ഏറ്റവും ഒരു എന്താ പറയുക പടച്ചവന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് മമ്പറം തങ്ങൾ. അപ്പോൾ മമ്പറം തങ്ങളെ ഒരു കറാമത്തിനെ പറ്റിയാണ്ട് ഞാൻ ഒരു മമ്പറം തങ്ങളെ പറ്റിയൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിത്തെ ഒരു വരി ഞാൻ പാടിത്തരാം. കഷ്ടം നീരുൾ കടയിൽ നിന്ന് കപ്പക്കാരും വിളിച്ചെന്ന് ഇട്ട വെളിച്ചം ചൂട്ടെന്ന് കാട്ടിട തെങ്ങിൽ മേൽ നിന്ന് കണ്ട വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി പുണ്യോണെ പുണ്യസാനിധി ഗുണമൊത്തോരിൽ റളിയല്ല മമ്പൂറമ്പൂ മക്കാമിലെ മൗലാദവിലവാസിലെ ഇമ്പപ്പൂവായ കുത്തുപോലി സയ്യിദ് അലവി റളിയല്ല. അപ്പോൾ ഈ വരിയിലുള്ള ആ പാട്ടത്തെ വരിയൊക്കെ മനസ്സിലായില്ലേ? അതാണ് കറാമത്ത്. എന്നുവെച്ചാൽ ഒരു രാത്രി എന്നുവെച്ചാൽ കൂരി ഇരുട്ടിൽ കപ്പൽ ദിശ തെറ്റിയാണ് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ദിശ തെറ്റിപ്പോയപ്പോൾ എന്നുവെച്ചാൽ കര എവിടെയെന്ന് ആ കപ്പൽ ഉടനെ കപ്പിത്താൻ അറിയാൻ കഴിയണില്ല. അപ്പോൾ അത് മമ്പറം തങ്ങളെ ഒരു കറാമത്താണ്. വെച്ചാൽ മമ്പറം തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മമ്പറം തങ്ങളെ മനസ്സിൽ ഒരു മെസ്സേജ് എന്നുവെച്ചാൽ പടച്ചോന് അള്ളാഹു മുഖേന ഒരു മെസ്സേജ് കിട്ടി. അതിൽ മമ്പറം തങ്ങൾ എന്നുവെച്ചാൽ അവിടുന്ന് എണീറ്റുങ്ങാണ്ട് ഒരു ചൂട്ടുണ്ടാക്കിയാണ്ട് തെങ്ങിൻ്റെ വെച്ചാൽ മുകളിൽ ഇനി മമ്പറം തങ്ങളെ കയറിയത് അതാ ഇനി മമ്പറം തങ്ങളെ പൊപ്പല്ല ആളാണെന്നറിയില്ല. തെങ്ങിൻ്റെ മുകളിൽ കയറിങ്ങാണ്ട് ചൂട്ടിങ്ങനെ മേലക്കണ്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. ആ ചൂട്ടിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ എന്നുവെച്ചാൽ വെളിച്ചം കരയത്തോളുണ്ടാകുക അല്ലേ. അപ്പോൾ അങ്ങനെ ആ കപ്പൽ ഉടനെ കപ്പിത്താൻ ആ വെളിച്ചം കണ്ടപ്പോൾ ആ വെളിച്ചിലെ ഭാഗത്തേക്ക് കപ്പൽ തിരിച്ചിങ്ങാണ്ട് കര കണ്ടുകാണ്ട് കഴിച്ചിലായി. അപ്പോൾ അതൊരു മമ്പറം തങ്ങളെ ഒരു കറാമത്താണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ മമ്പറത്ത് പോക്കുണ്ട്. അവിടെ പോയാണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചും വെച്ചാൽ മമ്പറം തങ്ങളോട് സലാം പറയും. പിന്നെ വെച്ചാൽ അവിടുന്ന് പടച്ചവനോട് തുറന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകലുണ്ട്. പക്ഷേ അവിടെ ഈ പച്ച തുണി കൊണ്ടല്ലോ അവിടെ പോയാണ്ട് യാറം മൂടിൽ എന്നുവെച്ചാൽ അവിടുന്ന് പീടിയിൽ നിന്ന് 50 റുപ്യക്ക് മേടിച്ചാൽ എന്നിട്ട് അവിടെ ആ മൂലയെടുത്ത് കൊടുക്കുക. ആ യാറത്തിൻ്റെ മേലെ ഇങ്ങനെ മിന്നിങ്ങാണ്ട് പിന്നെയും തന്നെ അത് അവിടെ ഒരു ഭാഗത്ത് വെക്കും. പിന്നെ ആ കൊണ്ടുപോയി കൊടുത്ത ആൾ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ അവിടുത്തെ പിന്നെയും കച്ചവടക്കാർക്കൊക്കെ കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അതിങ്ങനെ റൗണ്ട് ചെയ്യാണ്. പിന്നെ അവിടെ ഒരു വളക്കുണ്ട്, വളക്കിൽ വെളിച്ചെണ്ണുണ്ട്. അതിങ്ങനെ തേച്ച് എഴുതിയാണ്ട് അതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ പോയിങ്ങാണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മമ്പറം തങ്ങളോട് സലാം പറയാം. അതേമാതിരി പടച്ചവനോട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ കുറേയൊക്കെ പടച്ചവന് സ്വീകരിച്ച് തരും. അപ്പോൾ എനിക്ക് അത്രയും നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മമ്പറം തങ്ങൾ. ഓക്കെ. ഇപ്പോൾ മനുഷ്യന്മാരെ ഈ വീടിൻ്റെ ഡിൻഡൽ മട്ട അയക്കണേ. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് ഇതാക്കണേ. സിറ്റ് ഔട്ട് ഇതിൻ്റെ ഈ സൈഡ് സ്ലാബ് പൊട്ടിച്ചുകാണ്ട് ഇനി ഇതിങ്ങനെ ഇവിടെ സ്ലാബ് വാർക്കാക്കാരം. ഈ സ്ലാബ് പറഞ്ഞാൽ പലകൊണ്ടല്ല കവുങ്ങ് വെച്ചുകാണ്ട് വാർക്കുക. കാരണം പിന്നെ അത് പൊളിച്ചില്ല. കവുങ്ങ് വെച്ചുകാണ്ട് അതിന് മേലെ കമ്പിട്ട് വാർക്കാക്കാരം. ഇത് അല്ല ഇതിൻ്റെ 2ാം നിലയാണിത്.
അപ്പോൾ ഇതേമാതിരി പണിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞോളൂ. ഒരു 1.5 കൊല്ലം കൂടി ഈ ഫീൽഡിൽ കൂടി ഇനി പിന്നെ പണിയെടുക്കും. 28 കൊല്ലമായി ഈ ഫീൽഡിൽ ഇപ്പോൾ പഠിക്കിറങ്ങിയിട്ട്. അപ്പോൾ ഇനി 1.5 കൊല്ലം കൂടി പണിയെടുക്കും. കാരണം സിമെൻ്റ് അലർജിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്നെ ചിലപ്പോൾ റോഡ് സൈഡിൽ ഈ മല്ലി മുളക് എന്നുവെച്ചാൽ പൊടിച്ചുകാണ്ട് അതിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ ഇറങ്ങുന്നുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇറങ്ങുന്ന ടൈമിൽ അന്നത്തെ വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ അതിൽ ഞാൻ രേഖപ്പെടുത്തും. അപ്പോൾ ആ നമ്പർക്ക് വിളിച്ചാൽ മതി. എന്നുവെച്ചാൽ നിങ്ങളെ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊറിയർ വഴി നിങ്ങൾക്ക് വറുത്ത് എന്നുവെച്ചാൽ മല്ലിയൊക്കെ കഴുകിയാണ്ട് ഉണക്കി വറുത്ത് കഴിഞ്ഞാൽ വേപ്പിൻ്റെ ജീരകം ഇട്ടുകൊണ്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കാരം. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ആണെങ്കിൽ അന്നത്തെ വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ രേഖപ്പെടുത്തും. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ.